അമ്മേ എവിടെ പോവാനേ ഒരുങ്ങി നിക്കുന്നേ? തിരുനാവായ. അടിപൊളി. ഒറ്റയ്ക്കാ? ആ, അപ്പൊ പോയി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഓക്കെ. 1 2 3 4 5 6 7 വരെ. ഇവിടെ 8ാമത്തെ ആള് ഈ 2 പാർക്കിംഗ് ഒക്കെ തപ്പി നമ്മൾ നേരത്തെ വന്നേക്കുന്ന കാരണം ഒരു വിധത്തിലൊരു പാർക്കിംഗ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചുറ്റിപ്പോയാലും. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത തവനൂർ, അവിടെ പാർക്കിങ്ങിലേക്ക് നമ്മുടെ വണ്ടി വന്ന് പാർക്ക് ചെയ്യണം. അവിടെ നമുക്ക് പാർക്ക് ഞങ്ങളങ്ങനെ മാഘ മഹോത്സവം ഭാരതപ്പുഴയുടെ കരയിലെത്തി. നല്ല തിരക്കാണ്. ഇപ്പം 3 മണിയായിട്ടേ ഉള്ളൂ. ജനങ്ങൾ വരാൻ തുടങ്ങണേ ഉള്ളൂ. 4 മണിയാകുമ്പോഴാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. നടന്നു വന്നിട്ടുണ്ട് കുറേ പേരിങ്ങനെ. അപ്പോൾ നമ്മൾ തീരത്ത് ഇന്നിപ്പോൾ ഇവിടെ അമൃതാനന്ദമയി മഠത്തിൻ്റെ അവിടുന്ന് പൂർണ്ണ സ്വരൂപാനന്ദ വരുന്നുണ്ട്. അപ്പോൾ ഭജനയുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഈ സൈഡിൽ. നമ്മളിനിയും ആദ്യം തിരുനാവായ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അത് സ്നാനം ചെയ്യാനുള്ള കടവാണ്. പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. വസ്ത്രങ്ങൾ മറ്റു വസ്തുക്കളൊന്നും തന്നെ അവിടെ കളയാൻ പാടുള്ളതല്ല. സ്ഥാപിച്ച മാസ്റ്റർ ഹോസ്പിറ്റലിൽ മാത്രം. നമ്മളിപ്പോൾ നാവാമുകുന്ദ ക്ഷേത്രത്തിനകത്തെത്തി. ഇവിടെ നട അരിച്ചിരിക്കുകയാണ്. ആ നേരത്തെ നമ്മളെത്തി. എന്നാലും തൊഴുതിട്ട് വേഗം അപ്പുറം കടക്കണം, അല്ലെങ്കിൽ പാലത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇത് താൽക്കാലിക പാലം കടക്കാനുള്ള ക്യൂ ആണ്. അവർ ഓരോ ലൈനായിട്ട് നല്ല ഭംഗിയായിട്ടാണ്. മലപ്പുറം സേവാഭാരതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. എവിടെ നോക്കിയാലും അവരുണ്ട്. നല്ല ഭംഗിയായിട്ട് ക്യൂ ഒക്കെ നിയന്ത്രിച്ചാൽ നമ്മൾ ഇവിടുന്ന്. എന്തേ എല്ലാരും നീളാസ്നാനമൊക്കെ നടത്തിയില്ലേ? അടിപൊളി, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു? സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. എന്തായി, നിളയിൽ കുളിച്ചില്ലേ? സ്നാനം നടത്തിയില്ലേ? സുഖമായിരുന്നില്ലേ? ഇത് ബ്രഹ്മാവിന്റെ അമ്പലം. ബ്രഹ്മ വിഷ്ണു മഹേശ്വര. ഇതാണ് ഇവിടുത്തെ ആറാട്ട് കടവ്. വിളയുടെ ഭംഗി കണ്ടോ? ഇവിടെ ഭജന നടക്കാണ്. അക്കരെയാണ് വലിയ തിരക്ക്. നമ്മൾ അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. അമൃതാനന്ദമയി മഠത്തിൻ്റെ ഭജനയാണ്. ഗംഭീര ഭജന. പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭജന. അവിടെയും കുറച്ചു നേരം ഞങ്ങളിരുന്നു.
ആരതി കാണാനുള്ള ജനത്തിരക്കാണ്. ആകാശത്ത് പറവകൾ വരെ ആരതി കാണാൻ എത്തിക്കഴിഞ്ഞു.